വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അതിപ്രധാനമായിട്ട് വീക്ഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, മുൻകാലങ്ങളിലൊക്കെ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്കുറി BJP തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി വോട്ട് വിഹിത വർധനവല്ല, സീറ്റ് നേടലാണ് എന്നുള്ളത്. ഇത് കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികളും നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടെന്നുള്ളതാണ്. കാരണം പലരുടെയും സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പല മണ്ഡലങ്ങളും BJP നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനവും 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനവുമായിട്ട് നിൽക്കുമ്പോൾ 20 ഇടം അവരുടെ A ക്ലാസ് മണ്ഡലമായി മാറുകയാണ്. ഇതില് LDF-നും നഷ്ടമുണ്ടാകും, UDF-നും നഷ്ടമുണ്ടാകും. ഇതിലാദ്യം LDF-ന് 5 നിയമസഭാ മണ്ഡലങ്ങൾ അപ്രസക്തമാകുന്നത് നമുക്ക് കാണാം. 5 നിയമസഭാ മണ്ഡലങ്ങൾ ഇവരുടെ സ്ഥാനാർത്ഥികൾ അപ്രസക്തമായി തീരും. കേരളത്തിലെ പലയിടങ്ങളിൽ ആയിട്ടുള്ള 5 മണ്ഡലങ്ങൾ, അവിടങ്ങളിലൊക്കെ തന്നെ BJP-യും UDF-ഉം തമ്മിലുള്ള പോരാട്ടമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതിലാദ്യം തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തന്നെ ആരംഭിക്കാം. തിരുവനന്തപുരം സെൻട്രലിലെ ഇപ്പോഴത്തെ MLA ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. LDF-ലെ ഘടകകക്ഷിയാണ്, ഒറ്റയാൾ പട്ടാളത്തിൽ നിൽക്കുന്നു. ഇനി ആ സീറ്റ് CPM പിടിച്ചെടുക്കും എന്നാണ് അറിയുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടുകയുമില്ല, ആന്റണി രാജുവിനൊട്ട് സീറ്റ് കൊടുക്കുകയുമില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം ലത്തീൻ സമുദായത്തിനൊക്കെ വലിയ അതൃപ്തി ഉണ്ടായി വിഴിഞ്ഞം പ്രശ്നത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആന്റണി രാജു അവിടെ ഇനി നിന്നാൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ LDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. അവിടെ മത്സരത്തിന് സാധ്യത കാണുന്നത് ഇപ്പോൾ UDF-ലെ ഘടകകക്ഷിയായ CMB-യിലെ CP ജോണും അതുപോലെ BJP-യും തമ്മിലുള്ള മത്സരമായിരിക്കും. ഇതിനിടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ശബരിനാഥും ഈ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഘടകകക്ഷിക്കായി മാറ്റി വെച്ചിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ CP ജോണും അതുപോലെ BJP-യിൽ നിന്ന് ഒന്നുകിൽ VV രാജേഷും അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെയും പേര് കേൾക്കുന്നുണ്ട്. അത് അന്തിമ തീരുമാനം ആയിട്ടില്ല. എന്തായാലും ഈ മണ്ഡലത്തിൽ UDF-ഉം BJP-യും തമ്മിലായിരിക്കും പോരാട്ടം. LDF 3-ാം സ്ഥാനത്തേക്ക് പോകും. അടുത്തത് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രധാന എതിരാളിയായ KC വേണുഗോപാൽ തൊട്ടടുത്ത് നിൽക്കുകയാണ്. 1600 വോട്ടുകൾക്ക് 2-ാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത്. അവിടെ മികച്ച പ്രകടനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പ്രതിഭാകരിയാണ് അവിടുത്തെ നിലവിലെ MLA CPM-ന്റെ. പ്രതിഭാകരിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള എതിർപ്പുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള CPM-ല് വിഭാഗീയത നിൽക്കുന്നതും കായംകുളത്ത് തന്നെയാണ്. അതുകൊണ്ട് 2 ടേൺ കഴിഞ്ഞ സ്ഥിതിക്കും പ്രതിഭാകരി മത്സരിക്കാൻ സാധ്യതയില്ല. മറ്റൊരു വനിത തന്നെ ആയിരിക്കും അവിടെ രംഗത്തിറങ്ങുക എങ്കിലും അവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലായിട്ട് പോകും. ശോഭാ സുരേന്ദ്രനും 2021 മത്സരിച്ച കോൺഗ്രസിന്റെ അരിത ബാബു, CPM-കാരെ പാൽക്കാരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ക്ഷീരകർഷകയാണ് അരിത ബാബു. 2021 പരാജയത്തിന് ശേഷവും മണ്ഡലത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ചെയ്തതുപോലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 3 വനിതാരത്നങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമായിരിക്കും. അതിലെ അതിശക്തമായ പോരാട്ടം നടക്കുന്നത് UDF-ലെ അരിത ബാബുവും BJP-യിൽ നിന്ന് ശോഭാ സുരേന്ദ്രനുമായിട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. 3-ാമത് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലത്തിൽ ആണ്. കോന്നി മണ്ഡലത്തിൽ നമുക്കറിയാം 1996 മുതൽ 2019 വരെ MLA ആയിരുന്ന അടൂർ പ്രകാശാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്നത്.
ആറ്റിങ്ങലിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ആറ്റിങ്ങലിൽ വിജയമുണ്ടായി. പിന്നീട് 2024 അദ്ദേഹത്തെ MP ആയിട്ട് അവിടെ തന്നെ മത്സരിപ്പിച്ചു, വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ വളരെ ജനകീയനായി നിന്ന ഒരു MLA ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ CPM ആ സീറ്റ് പിടിച്ചു. ജനീഷ് കുമാറിനെ കുറിച്ച് പരക്കെ ആക്ഷേപം, ഇത്ര ഒരു ജനങ്ങളോടും അല്ലെങ്കിൽ പലരോടും ഒക്കെ തന്നെ വളരെ പെരുമാറ്റ രീതിയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലെ അപ്രീതിയാണ് സമ്പാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് CPM അവിടെ അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുന്നത്. അവിടെ അടൂർ പ്രകാശിനെ തന്നെ വീണ്ടും മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. UDFന്റെ കൺവീനറും ആറ്റിങ്ങൽ MPയുമായിട്ടുള്ള അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ BJPയിലെ 2021 മത്സരിച്ച K സുരേന്ദ്രൻ BJPയിൽ നിന്ന് തന്നെ അയ്യപ്പന്റെ മണ്ണിൽ അവിടെ വലിയ ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. അടൂർ പ്രകാശും K സുരേന്ദ്രനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. CPM 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകും. അടുത്തത് വരുന്നത് തിരുവല്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലത്തിലാണ്. 2006 മുതൽ അവിടെ മാത്യു T തോമസ് ആണ് LDFന്റെ ജനതാദൾ MLA ആയിട്ടുള്ളത്. ഇത് മിക്കവാറും ഇവിടെ UDFന് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ വിട്ടുകൊടുക്കും കോൺഗ്രസ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമനായിരിക്കും മത്സരിക്കാൻ ഏറെ സാധ്യത കാണുന്നത്. മർത്തോമ സഭയിലും മറ്റുമൊക്കെ വലിയ സ്വാധീനമുള്ള വർഗീസ് മാമൻ, മർത്തോമ സഭയുടെ ആസ്ഥാനവും തിരുവല്ലയിലാണ്. അപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് BJPയിലെ ക്രൈസ്തവ മുഖമാണ് അനൂപ് ആന്റണി. BJPയുടെ ദേശീയ നേതൃത്വവുമായി വലിയ ബന്ധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് പോലും വലിയ അടുപ്പവും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള അനൂപ് ആന്റണി എന്ന യുവ നേതൃത്വത്തിലേക്കാണ് BJP കൊണ്ടിറക്കുന്നത്. ക്രൈസ്തവ മുഖമാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനവും വരെ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ UDFും BJPയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അത് BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് ഈ തിരുവല്ല. അനൂപ് ആന്റണിയെ നിർത്തിയതും അതുകൊണ്ട് തന്നെയാണ്. മർത്തോമ സഭയിലും ഒക്കെ തന്നെ വലിയ ഒരു സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള അനൂപ് ആന്റണിയും ഒരു 58 വയസ്സുള്ള അഡ്വക്കേറ്റ് വർഗീസ് മാമനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അവിടെ കാണുക എങ്കിൽ, അടുത്തത് വരുന്നത് 5ാമത്തത് തൃശ്ശൂർ തന്നെ വരികയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപി എടുത്ത മണ്ഡലം, പാർലമെന്റ് മണ്ഡലം. അവിടെ തൃശ്ശൂരിൽ ഇപ്പോൾ BJPയിൽ നിന്നൊക്കെ മത്സരിക്കാനായിട്ട് പലരും മത്സരമാണ് നടത്തുന്നത്. കാരണം അത് ഉറപ്പായി വിജയിക്കും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് BJPക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു 3 സീറ്റ് BJPക്ക് നിയമസഭയിൽ എത്തിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയും സുരേഷ് ഗോപി എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലവിലെ അവിടെ CPIയുടെ MLA ബാലചന്ദ്രനാണ്. അവിടെ വീണ്ടും UDF ഇറക്കാൻ പോകുന്നത് ഒന്നുകിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സുധീരൻ, അല്ലെന്നുണ്ടെങ്കിൽ BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരോ അവിടെ മത്സരിക്കും. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പറയുന്ന പേരുകളെ ഒന്ന് MT രമേശ്, അല്ലെന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ. എന്തായാലും അവിടെയും UDFും BJPയും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ 5 മണ്ഡലങ്ങളിൽ, അതായത് തിരുവനന്തപുരവും കായംകുളം, കോന്നി, തിരുവല്ല, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിൽ LDF അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.